प्यारे छात्रों, पिछले दिन में गीत चतुर्वेदी के सबसे बड़ा शोमैन जीवनी आरंभ हुआ था। दुनिया के सबसे बड़े एक्टर ചാർലി ചാപ്ലിൻ का जीवनी है। പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ചാർലി ചാപ്ലിൻ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഹാസ്യനടനും സിനിമാ സംവിധായകനും സംഗീതജ്ഞനും നിർമ്മാതാവും എല്ലാ നിലയിലും ലോകപ്രശസ്തനായ ഒരു ഹാസ്യനടൻ്റെ ജീവചരിത്രം ആയ സബ്സെ ബഡാ ഷോമാൻ എന്ന ഭാഗത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിലേക്ക് കടക്കാം. പഹലെ അനുച്ഛേദ് में ആദ്യത്തെ ഭാഗത്ത് ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത യാത്രയിൽ ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. മുझे बारिश में चलना पसंद है, मेरे आंसू जो नहीं देख पाता है कोई. എനിക്ക് മഴയിലൂടെ നടക്കുന്നതാണ് ഇഷ്ടം, എൻ്റെ കണ്ണുനീരാരും കാണില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ലോകത്തെ ഏറ്റവും സ്പർശിച്ച വാക്കുകളായിരുന്നു. കാരണം നമ്മുടെ പ്രയാസങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതെ സ്വന്തം സഹിച്ച് പോവുക എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് ഇങ്ങനെയൊരു മേഖലയിലേക്ക് തിരിച്ചു വന്നത്. സങ്കടകരമായ അവസ്ഥയിലും അഭിനയിക്കുമ്പോൾ അദ്ദേഹം എല്ലാവരും ചിരിപ്പിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലെ ആദ്യത്തെ ഭാഗമാണ്. അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോഴുള്ള അവസ്ഥയിലുള്ള ഭാഗമാണ് ആദ്യം പറയുന്നത്. गाते गाते अचानक माम की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. लोगों का लगा कि माइक में कुछ खराबी आ गई है, पर फुसफुसाहट जारी थी. लोग चिल्लाने लगे. അങ്ങനെ നമ്മുടെ അതിൻ്റെ ആദ്യം എന്ന് പറയുന്നത്, ചാർലി ചാപ്ലിൻ്റെ അമ്മ നല്ലൊരു പാട്ടുകാരിയായിരുന്നു. ഒരുപാട് സ്റ്റേജുകളിൽ പാടുന്ന സമയത്ത് പോകുന്ന സമയത്തൊക്കെ തൻ്റെ കുട്ടിയായിരിക്കുന്ന ചാർലി ചാപ്ലിനെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ അന്ന് പാടിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അമ്മയുടെ ശബ്ദം, മാം കി ആവാസ് ഫട്കർ ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി. പെട്ടെന്ന് ശബ്ദമിടറി എന്ത് ചെയ്തു? ഫുസ്ഫുസാഹട്ട് ഇടറി പിറുപിറുപ്പായി. ക്യാ ഹേ? ലോകങ്കാലൊക്കെ ജനങ്ങൾ വിചാരിച്ച എന്താ, ഏറ്റവും നന്നായി പാടുന്ന ഒരു ആൾ. അദ്ദേഹം പെട്ടെന്ന് പാടുമ്പോൾ ഇങ്ങനെ ഇടറിപ്പോവുക എന്ന് പറയുന്നത് മൈക്കിനെന്തോ തകരാറ് സംഭവിച്ചായിരിക്കും. മൈക്കുമേ കുച്ച് ഖരാബി ആ ഗയി ഹെ സംഭവിച്ചായിരിക്കുമോ എന്ന് ആളുകൾക്ക് തോന്നി. പക്ഷേ പർ ഫുസ്ഫുസാഹട്ട് ജാരിത്തി, അത് തുടരുകയായിരുന്നു. ലോക ചില്ലാനിടയിൽ അത് കേട്ടപ്പോൾ നിരവധി ജനങ്ങളുണ്ടായിരുന്നു. അവർ കൂകി വിളിക്കാൻ തുടങ്ങി. कहीं से कुछ लोग म्याऊ म्याऊ की आवाज़ निकालने लगा. इस अभद्र शोर ने माम को स्टेज से हटने को मजबूर कर दिया था. ആളുകൾ കൂകി വിളിച്ചു. എവിടെ നിന്നോ കുറച്ചാളുകൾ മ്യാവു മ്യാവു ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഇസ് അഭദ്ര ഷോർ ഉണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അഭദ്ര ഷോർ, മാന്യമല്ലാത്ത ഈ ഷോർ ശബ്ദം അമ്മയെ സ്റ്റേജിൽ നിന്ന് ഹട്ടിനേക്കോ മസ്ബൂർ കറി, അമ്മയെ സ്റ്റേജിൽ നിന്ന് മാറ്റുമ്പോൾ വിവശമാക്കുകയാണ് ഉണ്ടായത്. മസ്ബൂർ കർദിയ. चार्ली को वो अक्सर अपने हाथ थिएटर के जाती थी. മിക്കവാറും തന്നോടൊപ്പം ചാർലിയും ഉണ്ടാകുമായിരുന്നു. उस दिन भी पर्दे के पीछे गड़ा हुआ आवाज़ को तमाशे को देख रहा था. എന്നാൽ അന്നും കർട്ടന് പിന്നിൽ നിന്ന് അവൻ ശബ്ദത്തിലെ ഈ തമാശ കാണുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും കാണും. അവനൊരു ചെറിയ കുട്ടിയാണ്.
पर्दा मीन्स कर्टन. അങ്ങനെ മാം और मैनेजर में बहस होते देख वो हम गया. അപ്പോൾ മുൻകൂർ പൈസയൊക്കെ കൊടുത്തിട്ട് സാധാരണ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടത്തുക വലിയ വലിയ ആൾക്കാർ. അപ്പോൾ അമ്മയും മാനേജറും തമ്മിൽ വലിയ തർക്കമായി നടക്കുന്നത് കണ്ടപ്പോൾ അവൻ അവിടത്തേക്ക് പോയി. मैनेजर ने चार्ली को माम के कुछ दोस्तों से सामने अभिनय करते देखा था वह उसे स्टेज पर भेजने की जिद करने लगा. പ്രോഗ്രാം നടക്കണ്ടേ, അമ്മക്ക് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? മാനേജർ ചാർലിയെ അമ്മയുടെ കുറച്ച് സുഹൃത്തുക്കളുടെ മുമ്പിൽ അഭിനയിക്കുന്നതായി കണ്ടിരുന്നു. മുമ്പ് മാനേജർ ചാർലി അമ്മയുടെ കുറച്ച് സുഹൃത്തുക്കളുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അയാൾ അവനെ സ്റ്റേജിൽ അയക്കാനായി വാശി പിടിക്കാൻ തുടങ്ങി. ജിദ് കർണേലക, വാശി പിടിക്കാൻ തുടങ്ങി. 5 साल का बच्चा इस उग्र भीड़ को झेल पाएगा? അമ്മ ആകെ ഭയപ്പെട്ടു. എന്താ, 5 വയസ്സുകാരനായി കുട്ടിക്ക് ഉഗ്രമായ ജനക്കൂട്ടത്തെ സഹിക്കാനാവുമോ? ജേൽന, സഹിക്കുക. ഉഗ്ര ഭീഡ്, ഉഗ്രം, ഏറ്റവും വലിയ ജനക്കൂട്ടത്തെ സഹിക്കാനാവുമോ? बहुत मुबाहिसा के बाद वह अतः चार्ली को स्टेज पर ले गया और बचाव के कुछ शब्द कर उसे अकेला छोड़ आया. धुएं के उड़ते हुए छल्लों के बीच चार्ली ने मशहूर गीत जैक जोन्स गाना शुरू किया. कुछ देर तक ऑर्केस्ट्रा वाले उसकी आवाज़ में उस गाने की धुन तलाशने रहे और जैसे ही मिली गाना सजने लगा. വളരെ കൂടുതലുള്ള തർക്കത്തിന് ബഹുത്ത് മുബാഹിഷാക്കെ ബാദ്, തർക്കത്തിനൊരു ഒടുവിൽ ചാർലി സ്റ്റേജ് पर ले गया, ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. പ്രോഗ്രാമിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു തന്ത്രമായിരുന്നു. ഒരു കുട്ടിയുടെ എന്തെങ്കിലും കാട്ടി നിർത്താമെന്നുള്ള ഒരു രീതിയിലാണ് അവർ സ്റ്റേജിലേക്ക് കൊണ്ടുപോയത്. സ്റ്റേജിലേക്ക് തനിച്ച് വിട്ടു. ധുവെങ്കെ ഉടുത്തേ ഹുയെ ചല്ലോങ്കെ ബീച്ച്, പുകപടലങ്ങളൊക്കെ പറക്കുന്ന ചുരുളുകൾക്കിടയിൽ ചാർലി പ്രശസ്തമായ ഒരു പാട്ട്, മഷഹൂർ ഗീത്, വളരെ പ്രസിദ്ധമായ ഒരു ഗാനം, ജാക്ക് ജോൺസ് എന്ന് പറയുന്ന പാശ്ചാത്യ ഗായകൻ്റെ ഒരു ഗാനമെന്ന് പാടി. കുറച്ച് സമയം ഓർക്കസ്ട്രക്കാർ അവൻ്റെ ശബ്ദത്തിൽ ആ പാട്ടിൻ്റെ രീതി എങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. അത് കിട്ടിയോ, അത് പാട്ട് ശോഭിക്കാൻ തുടങ്ങി. गाना अभी आधा ही हुआ था कि स्टेज पर पैसों की बेचोर शुरू हो गई. പാട്ട് പകുതിയായിട്ടേ ഉണ്ടാവുള്ളൂ, ആധ. അപ്പോഴേക്കും സ്റ്റേജിൽ പണത്തിൻ്റെ വർഷം തന്നെ തുടങ്ങി, പൈസ എറിയാൻ തുടങ്ങി. बेचोर शुरू हो गई. चार्ली ने गाना रोक दिया और घोषणा की, पहले मैं ये पैसे बटोरूंगा और उसके बाद ही गाऊंगा. इस बात ने हाल की हंसी घर में तब्दील कर दिया. ഞാൻ ആദ്യം, അപ്പം പെട്ടെന്ന് അവൻ പാട്ട് നിർത്തി. അപ്പോൾ അവൻ പറഞ്ഞത്, പാട്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം പൈസ ഒന്ന് പെറുക്കിക്കൂട്ടട്ടെ, അതിനുശേഷം പാടാം. ഇത് കേട്ടപ്പോൾ ഈ കാര്യം ഹാളിനെ ചിരി മന്ദിരമാക്കി, ചിരി ഹാളാക്കി മാറ്റി എന്നാണ് അർത്ഥം. കാരണം അതൊരു തമാശയായിട്ട് എല്ലാവരും എടുത്തു. അങ്ങനെയായിരുന്നു ചാർലി ചാപ്ലിൻ്റെ ആദ്യത്തെ തുടക്കം. ഇത്രയും ഭാഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ബാക്കി അടുത്ത ദിവസം എടുക്കുന്നതായിരിക്കും.